ശ്രീ ബാലഗോപാൽ പറയുന്നത് വലിയ വർധനവാണ് നികുതി വരുമാനത്തിൽ ഉണ്ടായിരിക്കുന്നത്. ഞാൻ ബജറ്റ് ഇൻ ബ്രീഫ് നോക്കി, അദ്ദേഹം പറഞ്ഞ അത്ര വലിയ വർധനവൊന്നും വന്നിട്ടില്ല. കഴിഞ്ഞ വർഷത്തെ നികുതി വരുമാനവും റീ എസ്റ്റിമേറ്റ് അനുസരിച്ചുള്ള നികുതി വരുമാനവും 2022, 23, 24 റീ എസ്റ്റിമേറ്റ് അനുസരിച്ചുള്ള നികുതി വരുമാനത്തിൽ 7% വർധനം ഉണ്ടായിട്ടുണ്ട്. ആ 7% വർധനമാണെങ്കിലും അതെവിടെ പോയി, അതെങ്ങനെ ചെലവഴിച്ചു കളഞ്ഞു? അപ്പൊ ഈ വകമാറ്റല് ഇത്ര ക്രൂരമായ രീതിയിൽ എന്തിനാണ് വകമാറ്റുന്നത്? എന്നിട്ടിപ്പോഴും പറയുക, ഇന്നിതാ മനുഷ്യ വികസന സൂചിക നീതി ആയോഗ് തയ്യാറാക്കിയത് വന്നിട്ടുണ്ട്. ഇപ്പോ കേരളം തന്നെയാണ് 1ാം സ്ഥാനത്ത് നിൽക്കുന്നത്. എന്തുകൊണ്ടാണ്? ഇവിടുത്തെ സ്വകാര്യ മേഖലയിലെ മെഡിക്കൽ ഫെസിലിറ്റീസും ഒക്കെ കൊണ്ടാണ്, അല്ലാണ്ട് ഗവൺമെന്റ് മേഖലയിലെ മെഡിക്കൽ സൗകര്യങ്ങൾ കൊണ്ടല്ല അങ്ങനെ ആ സൂചികയിൽ നമ്മൾ ഇപ്പോഴും മുന്നിൽ നിൽക്കുന്നത്. മെഡിക്കൽ രംഗം അങ്ങനെ നിൽക്കുകയാണ്. കാർഷിക രംഗം ആകെ താറുമാറായി കിടക്കുന്നു. അതുപോലെ തന്നെയാണ് സപ്ലൈകോയുടെ കാര്യം. നമുക്കറിയാം, 13 ഉൽപ്പന്നങ്ങൾ എന്ന് പറഞ്ഞെടുത്ത് ഉൽപ്പന്നങ്ങൾ 2ഓ 3ഓ അതുപോലും കിട്ടാനുണ്ടോ എന്ന് സംശയം. അതിന്റെ തന്നെ വില പല മടങ്ങ് വർദ്ധിച്ചു. അത്ര വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോഴാണ് പദ്ധതി വിഹിതം അവിടെ വെട്ടിക്കുറച്ചിട്ട് ഇതിനായിട്ട് എടുക്കുമെന്ന്. അപ്പോഴാണ് നമ്മൾ പദ്ധതി വിഹിതത്തെ പറ്റി ഓർക്കുന്നത്. കഴിഞ്ഞ വർഷം 33% ക്രിസ്മസ് വരെ. അത് കഴിഞ്ഞ് ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിൽ കഴിഞ്ഞപ്പോഴത്തേനും, മാർച്ച് ആയപ്പോഴത്തേനും 80% ഒക്കെ ആയിട്ട് ഉയർന്നു എന്നാണ് കാണിക്കുന്നത്. അത് വലിയ അത്ഭുതമാണ്. കാരണം ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിൽ കടം കിട്ടാതെ ഒരടി മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയിൽ ഞെരുങ്ങിയപ്പോഴാണ് ഗവൺമെന്റ് കേന്ദ്രത്തിൽ പോയത്. കേന്ദ്രത്തിൽ പോയിട്ട് രക്ഷയില്ലെന്ന് പറഞ്ഞ് സുപ്രീം കോടതിയിൽ പോയി. അങ്ങനെയാണ് 13,500 കോടിയുടെ കഥ ഞാൻ നേരത്തെ പറഞ്ഞത്. അപ്പൊ അങ്ങനെയുള്ള ഒരു സംസ്ഥാനം എങ്ങനെയാണ് ഈ 33% പ്ലാൻ ഫണ്ട് യൂട്ടിലൈസേഷനിൽ നിന്ന് 80% വരെയൊക്കെ ആക്കിയത്? അപ്പൊ ഇതൊക്കെ കൺകെട്ട് വിദ്യയാണ്, അതല്ലാതെ യഥാർത്ഥത്തിൽ സംഭവിച്ചതല്ല. എന്തായാലും അത്ര മോശമായ പദ്ധതി വിഹിത ചെലവഴിക്കലില്ല ഇനിയും വെട്ടിക്കുറയ്ക്കൽ വരുത്തുമെന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ആലോചിക്കണം, ഈ IGSTയെ പറ്റി ഈ അടുത്ത ദിവസമൊന്നുമല്ല, 2022 തന്നെ LDFന്റെ തന്നെ പബ്ലിക് എക്സ്പെൻഡിച്ചർ റിവ്യൂ കമ്മിറ്റി പുറത്തുവിട്ട 2021 റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നു. അപ്പോൾ കേരളം ഒരു ഡെസ്റ്റിനേഷൻ സ്റ്റേറ്റ്, ഒരു ഉപഭോക്തൃ സംസ്ഥാനമാണ്. വളരെയധികം IGST നമുക്ക് വിഹിതമായി കിട്ടുമെന്ന് പ്രത്യാശിച്ചിരുന്നു. പക്ഷേ സർക്കാരിന്റെ പിടിപ്പുകേട് കൊണ്ട്, GST വകുപ്പിന്റെ പിടിപ്പുകേട് കൊണ്ട് IGST കൃത്യമായിട്ട് വർക്കൗട്ട് ചെയ്യാനോ അതിലെ കള്ളക്കളികൾ കണ്ടെത്താനോ അതിന് തടസ്സം നിൽക്കാനോ സൃഷ്ടിക്കാനോ കഴിയാത്തത് കൊണ്ട് 2022 വരെയുള്ള കാലഘട്ടങ്ങളിൽ തന്നെ 25,000 കോടിയുടെ IGST നഷ്ടം വന്നു എന്നാണ് പറയുന്നത്. നമുക്കറിയാം, ഫാസ്ടാഗ്, കള്ള ഫാസ്ടാഗ് ഉപയോഗിച്ച്, ഞാൻ അതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല, പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് ഒരുപക്ഷെ, അതായത് ഫാസ്ടാഗ് ഉപയോഗിക്കേണ്ടത് ട്രക്കുകളിലാണ്. അതെന്തിനാണ്? ആ ഫാസ്ടാഗ് എത്ര ദൂരം സഞ്ചരിച്ചു, എന്തുമാത്രം കോസ്റ്റായി, എന്ത് ഉൽപ്പന്നങ്ങളായിരുന്നു അതിലുണ്ട്, അതൊക്കെ GST പോർട്ടലിൽ അപ്ലോഡ് ചെയ്യും. എന്തിനാണ്? ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കിട്ടാൻ വേണ്ടി. അപ്പം അതായത് വെറും കാറില് ട്രക്കിന്റെ ഫാസ്ടാഗ് അറ്റാച്ച് ചെയ്ത് സംസ്ഥാനാന്തര യാത്ര നടത്തി ITC വെട്ടിക്കുന്ന സംഘങ്ങളുണ്ട്. ഡോക്ടർ തോമസ് ഐസക്കിന്റെ തന്നെ അവസാന വർഷ ഭരണത്തില് ധനമന്ത്രിയായിരിക്കെ അദ്ദേഹം പെരുമ്പാവൂർ ബേസ്ഡ് ഒരു പ്ലൈവുഡ് ഇൻഡസ്ട്രി 5 കോടിയുടെ വെട്ടിപ്പ്. പ്ലൈവുഡ് ഇൻഡസ്ട്രി ഇല്ല, അവരുദ്ദേശിക്കുന്ന ഉൽപ്പന്നമില്ല. എത്രയോ പേരുടെ ആധാർ കാർഡ് മോഷ്ടിച്ച് ആ ആധാർ കാർഡ് വെച്ചാണ് ഈ IGSTക്ക് വേണ്ടിയിട്ട് ഇല്ലാത്ത കമ്പനിയുടെ പേരിൽ IGST കളക്ട് ചെയ്യാൻ വേണ്ടി അപ്ലോഡ് ചെയ്തു. GST പോർട്ടലിൽ ഇല്ലാത്ത ആൾക്കാരുണ്ടായിരിക്കാം, പക്ഷെ അവരുടെ ഒന്നും ആധാർ കാർഡ്, അവർ ഈ ബിസിനസ്സുമായിട്ട് ബന്ധമുള്ളവരല്ല. അങ്ങനെ പോർട്ടലിൽ അപ്ലോഡ് ചെയ്തത് കണ്ടുപിടിച്ചു. അപ്പോൾ തന്നെ ഒരു പ്രീസിഡൻസ് ഉണ്ട്. ഇങ്ങനെയൊക്കെ IGSTയിലും GSTയിലും സംഭവിക്കാം. അപ്പൊ ഇത് ട്രാക്ക് ചെയ്യണം. അത് ട്രാക്ക് ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തോടുകൂടി, കാര്യക്ഷമതയോടുകൂടി ഗവൺമെന്റ് കരുക്കൾ നീക്കാത്തത് കൊണ്ടാണ് ഈ 25,000 കോടിയുടെ നഷ്ടം വന്നത് അറിഞ്ഞില്ല. അതൊക്കെ പോകട്ടെ, ഈ അടുത്ത നാളിലാണ് 270 കോടിയുടെ നഷ്ടം. എങ്ങനെയാണ് വന്നത്? ആക്രി സാധനങ്ങൾ, കോടിക്കണക്കിന്, ആയിരക്കണക്കിന് കോടിയുടെ ആക്രി സാധനങ്ങൾ ഒരു നികുതിയും അടയ്ക്കാതെ കള്ളത്തരത്തിൽ ചെയ്തതിന്റെ പേരിലാണ് ഇപ്പോൾ കണ്ടെത്തിയത്. അങ്ങനെ സമസ്ത മേഖലകളിലും അഴിമതി നടത്താൻ സാധ്യതയുണ്ട്. കാരണം നമ്മുടെ GST സമ്പ്രദായം പെർഫെക്റ്റ് ആയിട്ടില്ല. അത് പെർഫെക്റ്റ് ആകാത്തത് കൊണ്ടാണ് ഇത്രയധികം അഴിമതിക്കുള്ള സാധ്യത വരുന്നത്. അപ്പൊ ഇത്തരം നികുതി വെട്ടിയിലൊക്കെ കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കാതെയാണ് സർക്കാർ ഉള്ള പദ്ധതി വിഹിതം വെട്ടിക്കുറയ്ക്കാൻ പോകുന്നത്. അത് കാര്യക്ഷമതയില്ലായ്മയുടെ ഉത്തമ ഉദാഹരണമാണ്.